ബംഗളൂരുവിലായാലും വാരണാസിയിലായാലും രാവിലെ എണീറ്റ് പോയി ഒരു ചായ കുടിക്കണം, അത് നിർബന്ധമാണ്. നല്ല ചൂടായതുകൊണ്ട് ഓരോ സോഡ ലെമൺ കൂടെ അങ്ങ് കുടിച്ചു. ആ വെറൈറ്റി സാധനം കുടിച്ചവരുടെ അവസ്ഥയാണിത്. ഇതൊക്കെ എന്ത് സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ സോഡ ലെമോ അഭിഞ്ചേട്ടൻ വാങ്ങിയ വെറൈറ്റി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഓണം വഴിക്ക് അരമണി ചേട്ടന് കാലകയത്തോണ്ട് ബാൻഡേജും മരുന്നും ഒക്കെ വാങ്ങി. അങ്ങനെ റൂമിലെത്തി കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും ഇവിടെ ഊബറിനെ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. കുഞ്ഞുവിന്റെ ഈ വക എക്സ്പ്രഷൻ ഒന്നും നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അങ്ങനെ ഊബർ ഒന്നും നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മൾ നേരെ വന്നത് നഹദി മന്തിയിലോട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് പുറത്തിറങ്ങി നേരെ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ പോയി. കണ്ണൂർ കോക്ടെയിൽ കൊണ്ടുപോടാ. കണ്ണൂർ കോക്ടെയിൽ ആർക്കായാലും അതേപോലെ കണ്ണൂർ കോക്ടെയിൽ. ബാക്കി എല്ലാവർക്കും ഇത് കണ്ണൂർ കോക്ടെയിൽ, ബണ്ണിക്ക് ഇത് കണ്ണൂർ ക്രൊക്കഡൈൽ. എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുഞ്ഞു ഇത് അനീതിക്ക് വേണ്ടി വാങ്ങിയ ബാഗാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അനീതിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാല് വയ്യാത്ത ആരമലേട്ടനെ കൊണ്ടാണ് പാവ അജയ് ചേട്ടൻ വരുന്നത്. കാലും കൂടെ വയ്യാത്തതുകൊണ്ട് ആരമലേട്ടൻ നടന്ന് കിടന്ന് പടമായി. അടുത്ത് പോയത് ചർച്ച് സ്ട്രീറ്റിലോട്ടാണ്. അവിടെ കുറച്ചു നേരം കറങ്ങി നിന്നിട്ട് നേരെ ഊബർ വിളിച്ച് റൂമിലോട്ട് പോയി. പിന്നെ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ നമുക്കുള്ള ട്രെയിനിൽ കയറി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി 7 ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചു. ഈ ട്രിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്, ആദ്യമായിട്ടാണ് കൂട്ടുകാരോടൊപ്പം നോർത്തിലോട്ടൊക്കെ ട്രിപ്പ് പോകുന്നത്. അങ്ങനെ നാട്ടിലെത്തി. ഇനി വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പൊ ഓക്കെ, ബൈ.